നമസ്കാരം, ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് BOC റോഡ് ഭീതിയുടെ നിഴലിൽ. സാമൂഹ്യ വിരുദ്ധരും അഴിഞ്ഞാട്ടവും വ്യാപകം. നടപടി സ്വീകരിക്കാതെ നഗരസഭയും പോലീസും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. മെഡൽ പ്രതീക്ഷയോടെ പാലക്കാട്. ദേശീയപാത മണപ്പുള്ളിക്കാവ് കാടാങ്കോട് റോഡിൽ കാൽനട യാത്രയ്ക്ക് പോലും വെല്ലുവിളി. വടക്കഞ്ചേരി മണ്ണുത്തി 6 പാതയിലെ ഗതാഗതം ഒറ്റവരിയാക്കി. വാർത്തകൾ വിശദമായി. പാലക്കാട് BOC റോഡ് സാമൂഹ്യ വിരുദ്ധ ശല്യത്താൽ വീർപ്പുമുട്ടുന്നു. അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യകത ഉയർന്നു. ഇരുട്ടായാൽ ഈ റോഡിലൂടെ നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി ഈ റോഡ് മാറി. റോഡ് സൈഡിൽ എങ്ങും മദ്യക്കുപ്പികളാണ്. ആത്മഹത്യകളും ഈ റോഡിൽ കൂടുന്നു. മാലിന്യങ്ങൾ കെട്ടുകളാക്കി BOC റോഡിലെത്തി വലിച്ചെറിയുകയാണ്. ഇവിടെ തെരുവ് വിളക്കുകൾ കത്താറില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. തെരുവിളക്കുകൾ കത്താത്തതിനാലാണ് സാമൂഹ്യ വിരുദ്ധർ കൂടി വരുന്നത്. നഗരസഭയാകട്ടെ ഇതൊന്നും അറിയാത്ത മട്ടാണ്. ഈ റോഡിന്റെ പ്രദേശങ്ങളെ പ്രതിനിധീകരിക്കുന്ന നിരവധി വാർഡ് കൗൺസിലർമാർ ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങൾ അറിയാത്ത മട്ടാണ്. BOC റോഡ് ഏതാണെന്ന് അറിയാത്ത കൗൺസിലർമാർ പാലക്കാട് നഗരസഭയിൽ ഉണ്ടെന്നതാണ് വാസ്തവം. കിലോമീറ്ററുകൾ നീണ്ടുകിടക്കുന്ന ഈ റോഡിൽ തെരുവുനായ പന്നിശല്യവും രൂക്ഷമാണ്. രാത്രികാലങ്ങളിൽ പന്നികളെയും തെരുവുനായ്ക്കളെയും തട്ടി പല വാഹനങ്ങളും മറിയുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അടിയന്തര ഇടപെടൽ ഈ റോഡിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ജനകീയ ആവശ്യം. എളുപ്പമാർഗം യാത്രക്കാർക്ക് പാലക്കാട് ടൗണിലേക്കും ഒലവക്കോട്ടേക്കും എത്തിച്ചേരാവുന്ന റോഡാണ് BOC റോഡ്. എന്നാൽ ദിവസം കഴിയും തോറും ഈ റോഡ് തകർച്ചയെ നേരിടുകയാണ്. പെൺകുട്ടികൾക്കും വനിതകൾക്കും ഇപ്പോൾ ഇതുവഴി യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. റോഡിന്റെ ഇരുവശവും കാടുകളാൽ നിറഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ മറവിൽ കൂടിയാണ് മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗവും കൂടി വരുന്നത്. കോളനിക്കകത്തേക്ക് പ്രവേശിക്കുന്ന കവാടത്തിൽ ഗോഡൌണിന്റെ മറവിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിച്ച് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനവും നടന്നുവരുന്നതായി ആരോപണമുണ്ട്. ഇവിടെ നിന്നും ഭീകരമായ ശബ്ദമുണ്ടാകുന്നതിനാൽ പ്രദേശവാസികൾക്ക് പ്രയാസങ്ങൾ സൃഷ്ടിച്ചു വരുന്നതായും സമീപം താമസിക്കുന്നവർ പരാതിപ്പെടുന്നു. ഈ വിഷയത്തിൽ നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ പരിശോധന നടത്തി അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നടപടി സ്വീകരിക്കാത്ത പക്ഷം ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി. 62ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലം ആശ്രാമ മൈതാനത്ത് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. നടി നിഖില വിമൽ മുഖ്യാതിഥിയായി. ഇത് കൗമാര മനസ്സുകളുടെ ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ ആ മനസ്സുകളെ അനാരോഗ്യകരമായ മാത്സര്യബോധം കൊണ്ട് കലുഷിതമാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. സ്വാഗതഗാനത്തിന് നടി ആശാ ശരത് നൃത്താവിഷ്കാരം ഒരുക്കി. ഭിന്നശേഷി കുട്ടികളുടെ കലാവിരുന്നും കാസർഗോഡ് ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഗോത്രവർഗ കലാവിഷ്കാരമായ മംഗലം കളിയും അവതരിപ്പിച്ചു. 24 വേദികളിൽ 239 ഇനങ്ങളിൽ 14,000 കുട്ടികൾ മത്സരിക്കാനായി എത്തി. അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെ 20,000-ലധികം പേർ തുടർ ദിവസങ്ങളിൽ പങ്കാളികളാകും. മൺമറഞ്ഞ അനശ്വര പ്രതിഭകളുടെ പേരിലാണ് വേദികൾ അറിയപ്പെടുക. എല്ലാ വേദിക്കും ഇക്കുറി ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. അപ്പീൽ വഴി എത്തിയ 331 പേർ ഉൾപ്പെടെ 9,571 പ്രതിഭകൾ 239 ഇനങ്ങളിലായി 24 വേദികളിൽ മാറ്റുരയ്ക്കും. ഇതിൽ 3,969 ആൺകുട്ടികളും 5,571 പെൺകുട്ടികളുമാണ്. മത്സരാർത്ഥികളും അധ്യാപകരും കാണികളും ഉൾപ്പെടെ 20,000-ഓളം പേർ പങ്കുചേരുന്ന കലോത്സവം കൊല്ലത്തിന്റെ മഹോത്സവമായി മാറും. 6,000 ചതുരശ്ര അടിയിലാണ് ആശ്രാമ മൈതാനത്തെ പ്രധാന വേദി. ഭക്ഷണ വിതരണത്തിന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ തുടങ്ങി. മെഡിക്കൽ ടീമിനെ സജ്ജമാക്കി. കോഴിക്കോട് നിന്നും സ്വർണ്ണക്കപ്പ് കൊല്ലത്ത് എത്തി. കൊല്ലം റെയിൽവേ സ്റ്റേഷനിലും KSRTC ഡിപ്പോയിലും ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കും. ക്രമസമാധാന പാലനത്തിന് പോലീസ് എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. വിധി നിർണയം കുറ്റമറ്റതാക്കാൻ കർശന നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. സമാപന സമ്മേളനം 8 വൈകിട്ട് 5 പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മമ്മൂട്ടി വിശിഷ്ടാതിഥിയാകും. സ്കൂൾ കലോത്സവങ്ങൾ പോയിന്റ് നേടാനുള്ള വേദികൾ മാത്രമായി മാറ്റരുതെന്നും തുടർന്നും കലയെ സ്നേഹിക്കുന്ന കലോപാസകരായി കുട്ടികൾക്ക് വളരാനാകണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ പറഞ്ഞു. ഭൂമിയിലെ മനോഹരമായ പുഷ്പങ്ങളാണ് കുട്ടികളെന്ന് മാക്സിം ഗോർക്കിയാണ് പറഞ്ഞത്. എന്നാൽ വിടരും മുന്നേ വാടിക്കൊഴിയുന്ന എത്രയോ ഹതഭാഗ്യരുണ്ട്. കലോത്സവങ്ങളിൽ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയ എത്രയോ മിടുക്കർക്ക് പിന്നീട് ശ്രദ്ധേയമായ രീതിയിൽ കലാസബര്യ തുടരാനാകുന്നുണ്ട്. അതിനുകൂടി ഉതകും വിധം സാംസ്കാരിക ഇടങ്ങൾ നാട്ടിൽ ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി
മുഖ്യമന്ത്രി പറഞ്ഞു. മദ്യമയക്കുമരുന്ന് ലഹരികളിൽ നിന്ന് വിദ്യാർത്ഥികൾ അകന്നു നിൽക്കണമെന്നും അവർക്കെതിരായ കലാരൂപങ്ങൾ കലാലയങ്ങളിൽ തന്നെ ഒരുക്കുവാൻ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും കഴിയണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കലോത്സവത്തിൽ മനോഹരമായി സ്വാഗത നൃത്താവിഷ്കാരം അവതരിപ്പിച്ച പ്രശസ്ത നർത്തകി ആശാ ശരത്തിനെയും മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. മൺമറഞ്ഞ ഒട്ടേറെ പ്രമുഖരുടെ നാടായ കൊല്ലത്ത് ഇത്തവണ കലോത്സവം നടക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. മണപ്പുള്ളിക്കാവ് കാടാങ്കോട് റോഡിൽ കാൽനട യാത്രക്കാർ ഭീതിയിൽ. ദേശീയ സംസ്ഥാന പാതകളുടെ പ്രവേശന കവാടമായ മണപ്പുള്ളിക്കാവ് കാടാങ്കോട് റോഡിൽ കാൽനട യാത്രക്കാർ ഭീതിയിലാണ്. സൂക്ഷിച്ചു നടന്നില്ലെങ്കിൽ കാൽനട യാത്രക്കാർക്ക് ഈ റോഡിൽ അപകടമേറെയാണ്. റോഡിന്റെ ഇരുവശത്തും സുതാര്യമായ നടപ്പാതയല്ലാത്തതാണ് കാൽനട യാത്രക്കാരുടെ ദുരിതത്തിന് കാരണം. പ്രധാന റോഡിന്റെ ഇരുവശത്തുമുള്ള അഴുക്കുചാലുകൾ വാ തുറന്ന നിലയിലാണ്. ചിലയിടത്ത് പേരിന് ചാലിന് മുകളിൽ സ്ലാബുകൾ ഉള്ളതൊഴിച്ചാൽ മിക്കയിടത്തും സ്ലാബുകൾ ഇല്ലാത്ത സ്ഥിതിയാണ്. നല്ല നടപ്പാതകൾ അല്ലാത്തതിനാൽ കാൽനട യാത്രക്കാർക്ക് റോഡിലിറങ്ങി നടക്കേണ്ട ഗതികേടാണ്. മാത്രമല്ല റോഡിന് ഇരുവശത്തും ചെടികൾ വളർന്നതും കാൽനട യാത്രക്കാർക്ക് ദുരിതം തീർക്കുന്നുണ്ട്. പാലക്കാട് നിന്നും തൃശൂർ ചിറ്റൂർ ഭാഗങ്ങളിലേക്ക് സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും പോകുന്ന റോഡാണിത്. ഇതിനു പുറമെ ചന്ദ്രനഗർ, കൊടുമ്പ് എന്നിവിടങ്ങളിൽ നിന്നും സ്വകാര്യ വാഹനങ്ങൾ കോട്ടമൈതാനം ഭാഗത്തേക്ക് എത്തുന്ന പ്രധാന റോഡാണിത്. കുന്നത്തൂർമേട് പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത് മണപ്പുള്ളിക്കാവ് കാടാങ്കോട് റോഡിലുള്ള സ്വകാര്യ ബിൽഡിംഗിലാണ്. ഇതിനു പുറമെ ഗ്യാസ് ഏജൻസി, ഡോക്ടർമാർ, നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയൊക്കെ ഉള്ളതിനാൽ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന പാതയാണിത്. ഇതുവഴിയുള്ള റോഡ് നവീകരണം നടത്തിയിട്ടുണ്ടെങ്കിലും അഴുക്കുചാൽ നവീകരണം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സദാസമയവും സ്വകാര്യ ബസ്സുകൾ ചീറിപ്പായുന്ന പാത കൂടിയായതിനാൽ കാൽനട യാത്രക്കാർ ഇതുവഴി ഏറെ ഭീതിയോടെയാണ് നടക്കുന്നത്. ആയതിനാൽ പ്രധാന പാതയിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷിത യാത്രയ്ക്കായി മണപ്പുള്ളിക്കാവ് കാടാങ്കോട് റോഡിൽ അഴുക്കുചാൽ നവീകരണം നടത്തി സ്ലാബുകളിട്ട് കാൽനട യാത്രക്കാർക്ക് ഉചിതമായ നടപ്പാത ഒരുക്കണമെന്ന ആവശ്യം ശക്തമാണ്. വടക്കഞ്ചേരി മണ്ണുത്തി 6 വരി പാതയിൽ കുതിരാൻ വലതു തുരങ്കത്തിൽ ഗതാഗതം ഒറ്റവരിയാക്കി. 3 വരികളുള്ള പാതയുടെ നടുവിലൂടെ ബാരിക്കേഡുകൾ വെച്ചാണ് ഗതാഗതം ഒറ്റവരിയാക്കിയത്. ഇടതു തുരങ്കത്തിൽ മേൽഭാഗം കോൺക്രീറ്റ് ചെയ്യുന്ന ജോലികൾ തുടങ്ങുമ്പോൾ വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നതിന് മുന്നോടിയായാണ് വലതു തുരങ്കത്തിൽ ഗതാഗതം ഒറ്റവരിയാക്കിയത്. വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാതെയുള്ള ഗതാഗത ക്രമീകരണം അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. വലതു തുരങ്കത്തിനുള്ളിൽ റോഡിനിടയിൽ നിന്നുള്ള നീരൊഴുക്ക് തുടരുന്നതും മമ്മദുപടി ഭാഗത്ത് റോഡിന്റെ വീതിക്കുറവുമാണ് സുരക്ഷയിൽ ആശങ്ക ഉയർത്തുന്നത്. വലതു തുരങ്കത്തിന്റെ പടിഞ്ഞാറേ പ്രവേശന ഭാഗം മുതൽ തുരങ്കം കടന്ന് മമ്മദുപടി വരെയാണ് ഒറ്റവരിയാക്കി ഗതാഗതം ക്രമീകരിച്ചിട്ടുള്ളത്. വലതു തുരങ്കത്തിൽ നീരൊഴുക്കുള്ള ഭാഗം ചെളിയായി തെന്നിക്കിടക്കുകയാണ്. വാഹനങ്ങൾ ഈ ഭാഗം ഒഴിവാക്കി അടുത്ത ട്രാക്ക് വഴിയാണ് കടന്നുപോയിരുന്നത്. ഒറ്റവരി ഗതാഗതമായതോടെ വഴി മാറിപ്പോകാനാകില്ല. ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ തെന്നിമറിയാനുള്ള സാധ്യതയും ഉണ്ട്. നീരൊഴുക്കുള്ള ഭാഗത്ത് ദേശീയപാത അതോറിറ്റി പ്രാഥമിക പരിശോധന നടത്തിയതല്ലാതെ തുടർ നടപടികൾ ഉണ്ടായില്ല. മമ്മദുപടിക്ക് സമീപം 100 മീറ്റർ ദൂരം സ്ഥലപരിമിതി മൂലം 2 വരി പാതയാണ് ഉള്ളത്. ഈ ഭാഗം ഒറ്റവരിയാക്കിയതോടെ റോഡ് കൂടുതൽ ഇടുങ്ങി. വലിയ ലോറികൾ കടന്നുപോകാൻ പ്രയാസമാണ്. ഇവിടെ വളവും ഒരു വശം താഴ്ചയുമാണ്. വെളിച്ചവുമില്ല. മണ്ണാർക്കാട് നഗരസഭയിലെ 1-ാം നിലയിൽ നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ണാർക്കാട് നഗരസഭയിലെ 1-ാം നിലയിൽ നവീകരിച്ച ഓഫീസിന്റെയും നഗരസഭാ കൌൺസിലർമാർക്കും സ്ഥിരം സമിതി അധ്യക്ഷന്മാർക്കുമുള്ള ക്യാബിനുകളുടെയും ഉദ്ഘാടനം ചെയർമാൻ സി മുഹമ്മദ് ബഷീർ നിർവഹിച്ചു. ഈ വർഷം ആരംഭത്തോടെ എല്ലാ സേവനങ്ങളും K-സ്മാർട്ടിന്റെ കീഴിലായതോടുകൂടി ജനങ്ങൾക്കും ഓഫീസ് സേവനങ്ങൾ അതിവേഗം ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഓഫീസ് വിപുലീകരിച്ചതെന്ന് ചെയർമാൻ പറഞ്ഞു. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നവീകരിച്ച് ജനങ്ങൾക്ക് സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിനും സ്റ്റാഫുകളെ ബന്ധപ്പെടുന്നതിനും സൗകര്യപ്രദമായ രീതിയിലാണ് പുതിയ ഓഫീസ് നവീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നഗരസഭാ കൌൺസിലർമാർക്കും വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കും ക്യാബിനുകൾ തരംതിരിച്ച് അവർക്കായുള്ള ഇരിപ്പിടവും സജ്ജീകരിച്ചിട്ടുണ്ട്. ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ പ്രസീദ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബാലകൃഷ്ണൻ, മാസിദ സത്താർ, ഹംസ കുറുവണ്ണ, ഷെഫീഖ് റഹ്മാൻ, വത്സലകുമാരി, നഗരസഭാ കൌൺസിലർമാർ, നഗരസഭാ സെക്രട്ടറി സതീഷ് കുമാർ, നഗരസഭാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഫെബ്രുവരി 17, 18 തീയതികളിൽ തച്ചമ്പാറയിൽ നടക്കുന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സമ്മേളന വിജയത്തിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. തച്ചമ്പാറ ദേശീയ ഗ്രന്ഥശാലയിൽ ചേർന്ന യോഗം തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KS സുധീർ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി P പ്രദോഷ് വിശദീകരണം നടത്തി. കരിമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS രാമചന്ദ്രൻ, കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി രാമരാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK ജയശ്രീ, CPIM മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി UT രാമകൃഷ്ണൻ, DYFI ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ, ലൈബ്രറി കൌൺസിൽ ജില്ലാ സെക്രട്ടറി PN മോഹനൻ, വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. M രാമചന്ദ്രൻ, യദു, ഷമാൽ, കൃഷ്ണദാസ്, R ചന്ദ്രൻ, KK മണികണ്ഠൻ, സന്തോഷ് K, M രാമചന്ദ്രൻ, M ഉണ്ണികൃഷ്ണൻ, സുദർശനകുമാർ, രവിശങ്കർ, നൌഷാദ്, മനോജ് എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി കോങ്ങാട് MLA അഡ്വക്കേറ്റ് K ശാന്തകുമാരി രക്ഷാധികാരി, ഒ നാരായണൻകുട്ടി ചെയർമാൻ,
യദു കെ കൺവീനർ എന്നിവരെ തിരഞ്ഞെടുത്തു. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ, ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം? 45, 60, 120, 25. വെറും 25. ക്യൂട്ടിക്ക് ഇപ്പോഴും 25ന്റെ ചെറുപ്പം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. മനുഷ്യത്വം നഷ്ടപ്പെട്ട പിണറായി സർക്കാർ രാജിവെക്കണമെന്ന് UDF ജില്ലാ കൺവീനർ പി ബാലഗോപാൽ ആവശ്യപ്പെട്ടു. അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം രൂക്ഷമാകുമ്പോഴും ധൂർത്ത് നടത്തുന്ന മുഖ്യമന്ത്രി സംസ്ഥാനത്തിന് അപമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. കോങ്ങാട് നിയോജക മണ്ഡലം തല ജനപ്രതിനിധികളുടെ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കല്ലടിക്കോട് ബാങ്ക് പ്രസിഡന്റ് യൂസഫ് പാലക്കൽ അധ്യക്ഷത വഹിച്ചു. മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഗോകുൽദാസ്, സലാം തറയിൽ, ഗഫൂർ കോൽക്കളത്തിൽ, വിനയൻ, നിസാമുദ്ദീൻ, പൊന്നംകോട് എന്നിവർ പ്രസംഗിച്ചു. ജനുവരി 6 വൈകുന്നേരം 4 മണിക്ക് കല്ലടിക്കോട് നടക്കുന്ന കുറ്റവിചാരണ സദസ്സ് വിജയിപ്പിക്കാനും തീരുമാനിച്ചു. അരക്കപ്പൊടി കയറ്റി വന്ന ചരക്ക് ലോറിയിൽ തട്ടി വൈദ്യുത കമ്പികളും പോസ്റ്റുകളും തകർന്നു. ഇന്നലെ പകൽ മുഴുവൻ നെന്മാറ ടൗണിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. ഇന്നലെ പുലർച്ചെ 3-നായിരുന്നു നെന്മാറ ബസ് സ്റ്റാൻഡിന് മുൻവശത്തായി പ്രധാന പാതയിൽ ലോറിയിലെ ചരക്കുകൾ കെട്ടിയ ടാർപോളിനിൽ വൈദ്യുതി ലൈനുകൾ കുരുങ്ങിയത്. ഇതറിയാതെ ലോറി മുന്നിട്ടെടുത്ത ഡ്രൈവർ പോസ്റ്റുകൾ പൊട്ടി വീണതിനെ തുടർന്ന് വാഹനം റോഡരികിൽ നിർത്തുകയായിരുന്നു. വൈദ്യുതി പ്രവഹിച്ചിരുന്ന വൈദ്യുത ലൈനുകൾ ഓഫാക്കാൻ അധികൃതർക്ക് വിവരം നൽകിയതോടെയാണ് അപകട സാധ്യത ഒഴിവായത്. 3 വൈദ്യുത പോസ്റ്റുകൾ നിലം പതിച്ചു. രാവിലെ 8ഓടെ തന്നെ നെന്മാറ വൈദ്യുതി സെക്ഷൻ ഓഫീസിൽ നിന്നെത്തിയ ജീവനക്കാർ തകർന്നവ മാറ്റി പുതിയ പോസ്റ്റുകൾ സ്ഥാപിച്ചു. വൈകുന്നേരം 5ഓടെയാണ് ടൗണിൽ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചത്. വൈദ്യുതി മുടങ്ങിയതോടെ ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിലും ജനസേവന കേന്ദ്രങ്ങളിലും വിവിധ ആവശ്യങ്ങൾക്കായി എത്തിയവർക്ക് പ്രയാസങ്ങൾ നേരിട്ടു. റെയിൽവേയുടെ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിലാക്കി സൂപ്പർ ആപ്പ് ഇറക്കാൻ റെയിൽവേ ഒരുങ്ങുന്നു. ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ട്രെയിൻ എവിടെ എത്തി എന്നറിയാനും അടക്കം റെയിൽവേയുടെ വിവിധ സേവനങ്ങൾക്ക് നിരവധി മൊബൈൽ ആപ്പുകളായിരുന്നു നാം ഉപയോഗിച്ചിരുന്നത്. റെയിൽവേ തന്നെ ഇതിനായി ഡസനിലധികം ആപ്പുകൾ പലവിധ സേവനങ്ങൾക്കായി പുറത്തിറക്കിയിരുന്നു. ഇനി അതിന്റെ ആവശ്യമില്ല. IRCTC ടിക്കറ്റ് ബുക്കിംഗ്, അൺറിസർവ്ഡ് ടിക്കറ്റ് ബുക്കിംഗ്, ടിക്കറ്റ് ക്യാൻസൽ ചെയ്യൽ, യാത്രക്കിടെ ഭക്ഷണം ഓർഡർ ചെയ്യൽ, പരാതി നൽകൽ, ട്രെയിനുകളുടെ തത്സമയ വിവരം, അന്വേഷണം, ഹോട്ടൽ ബുക്കിംഗ് അടക്കം എല്ലാ സേവനങ്ങളും സൂപ്പർ ആപ്പ് മൊബൈൽ ആപ്ലിക്കേഷനിൽ ലഭ്യമാകുമെന്ന് റെയിൽവേ വൃത്തങ്ങൾ പറഞ്ഞു. ഇടവേള. കുറയോ 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 കുറയുമോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയുമോ? കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. നിങ്ങളുടെ സമയക്കുറവല്ലേ അവരുടെ അധിക ലാഭം? ചിന്തിക്കൂ.
അവരുടെ ഇഷ്ടങ്ങൾക്കാണോ നിങ്ങൾ പണം മുടക്കേണ്ടത്? ചിന്തിക്കൂ. ഈ ആഭരണങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരുന്നതാണോ? ചിന്തിക്കൂ. മനസ്സിലുള്ളതിനെ തൊട്ടറിയുന്നവരെയല്ലേ നിങ്ങൾക്കാവശ്യം? ചിന്തിക്കൂ. അവസാന സംതൃപ്തി വാങ്ങുന്നവന്റെ മാത്രം അവകാശമല്ലേ? ചിന്തിക്കൂ. പണിക്കൂലിയിൽ മാത്രം ഒതുങ്ങുന്നതാണോ നിങ്ങളുടെ ആഭരണ സങ്കല്പങ്ങൾ? ചിന്തിക്കൂ. എല്ലാ ചോദ്യങ്ങളും ഇതാ ഇവിടെ അവസാനിക്കുന്നു. പ്രേംദീപ് ജ്വൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, നിങ്ങളുടെ മനസ്സറിയുന്ന പണിശാല. അട്ടപ്പാടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ ഗോത്രവർഗ്ഗക്കാരായ വിദ്യാർത്ഥികൾ സംസ്ഥാന കലോത്സവത്തിൽ പുതിയ ചരിത്രം രചിക്കാൻ ഒരുങ്ങുകയാണ്. പാലക്കാട് ജില്ലയിൽ നിന്ന് ആദ്യമായാണ് ഗോത്ര സമൂഹം സംസ്ഥാന കലോത്സവത്തിൽ മത്സരിക്കാൻ ചുരമിറങ്ങുന്നത്. പ്രാക്തന ഗോത്ര വിഭാഗത്തിലെ കുട്ടികളടക്കം 7 പേരാണ് സംഘത്തിൽ. നാടൻപാട്ടിൽ മുൻവർഷങ്ങളിൽ മറ്റ് MRSകളിൽ നിന്നും ഗോത്ര വിഭാഗ വിദ്യാർത്ഥികൾ മത്സരിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് സംഘനൃത്തം പോലുള്ള ഇനത്തിൽ പങ്കെടുക്കുന്നത്. മണർക്കാട് സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ 1ാം സ്ഥാനവും A ഗ്രേഡും നേടി. ജില്ലാ കലോത്സവത്തിൽ അപ്പീലിലൂടെ സംസ്ഥാന കലോത്സവത്തിലേക്ക് യോഗ്യത നേടിയാണ് കൊല്ലത്തേക്ക് വണ്ടി കയറുന്നത്. കഠിനമായ പരിശീലനത്തിലൂടെ നേടിയ ആത്മവിശ്വാസമാണ് ഇവരുടെ കൈമുതൽ. അപകടം ക്ഷണിച്ചു വരുത്താവുന്ന വിധം കൽമണ്ഡപത്തെ വെയർഹൌസ് ഗോഡൌണിൽ ബ്ലീച്ചിംഗ് പൗഡർ ബാഗുകൾ കെട്ടിക്കിടക്കുന്നു. ഏകദേശം 2000 ബാഗ് ബ്ലീച്ചിംഗ് പൗഡറാണ് മാസങ്ങളായി ഇവിടെ കൂട്ടിയിരിക്കുന്നത്. വായുസഞ്ചാരം ഉറപ്പാക്കുന്ന വിധത്തിലാണ് ഇവ സൂക്ഷിക്കേണ്ടതെങ്കിലും സുരക്ഷാ സംവിധാനത്തിന്റെ കുറവുള്ളതിനാൽ ഏതാനും ദിവസങ്ങളായി ഗോഡൌണിന്റെ ഷട്ടറുകൾ അടച്ചിട്ടിരിക്കുകയാണ്. ജില്ലാ ആശുപത്രിയിലുള്ള കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മരുന്ന് സംഭരണശാലയിൽ സൂക്ഷിച്ചിരുന്ന ബ്ലീച്ചിംഗ് പൗഡർ ശേഖരം തീപിടിക്കുമെന്ന ആശങ്കയിലാണ് 2023 മെയ്യിൽ കൽമണ്ഡപത്തെ ഗോഡൌണിലേക്ക് മാറ്റിയത്. സംസ്ഥാനത്തെ കൊല്ലത്തും തിരുവനന്തപുരത്തും കഴക്കൂട്ടത്തും മെഡിക്കൽ സർവീസസ് ഗോഡൌണുകളിൽ തീപിടുത്തം ഉണ്ടായതോടെയായിരുന്നു നടപടി. കൊല്ലത്തും കഴക്കൂട്ടത്തും ബ്ലീച്ചിംഗ് പൗഡറുകൾ തീപിടുത്തത്തിന് ആക്കം കൂട്ടിയതായി കണ്ടെത്തിയിരുന്നു. 8 മാസമായി ബ്ലീച്ചിംഗ് പൗഡർ ബാഗുകൾ ഇത്തരത്തിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. 25 കിലോ ബ്ലീച്ചിംഗ് പൗഡറാണ് ഒരു ബാഗിലുള്ളത്. പല ബാഗുകളും പൊട്ടിയതായി സംശയമുണ്ട്. പൊടിയടിച്ചും നാശം സംഭവിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ബ്ലീച്ചിംഗ് പൗഡറുകൾ സൂക്ഷിക്കുന്നത് അത്യാഹിതത്തിന് കാരണമായേക്കാമെന്നാണ് ആശങ്ക. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഒരുക്കുന്ന സ്നേഹാരാമം പദ്ധതിക്ക് തുടക്കമായി. മഞ്ഞപ്ര PK ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ സഹകരണത്തോടെ കണ്ണമ്പ്ര കാട്ടുകുന്നകളത്താണ് പഞ്ചായത്തിലെ ആദ്യ സ്നേഹാരാമം ഒരുങ്ങുന്നത്. പന്തലാപ്പാടം ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ സഹകരണത്തോടെ 12ാം വാർഡിൽ മേരിഗിരി ജംഗ്ഷനിലും സ്നേഹാരാമം ഒരുക്കും. മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന പൊതുസ്ഥലങ്ങൾ ജനങ്ങൾക്ക് വന്നിരിക്കാൻ കഴിയുന്ന ഇടങ്ങളാക്കി മാറ്റുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. പദ്ധതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M സുമതി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് A അയ്യപ്പൻ അധ്യക്ഷനായി. NSS കോർഡിനേറ്റർ പ്രവീൺ ശശിധരൻ മുഖ്യാതിഥിയായി. ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ K സുലോചന, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ P സോമസുന്ദരൻ, പഞ്ചായത്ത് അംഗം ലളിത നാരായണൻ, ഗ്രാമപഞ്ചായത്ത് ജൂനിയർ ക്ലർക്ക് M സീന, സ്കൂൾ പ്രിൻസിപ്പാൾ U സുധന്യ, PTA ഭാരവാഹികളായ രതീഷ് കണ്ണമ്പ്ര, അനൂപ്, അധ്യാപകരായ ദിനിൽ കുമാർ, ബിജു വർഗീസ്, NSS പ്രോഗ്രാം ഓഫീസർ KS സിനി തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? ആ അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം.
ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയ്റ്റ് ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. പനംകുറ്റി കരടിയിളയിൽ കാട്ടാനകൾ കൃഷി നശിപ്പിച്ചു. കരടിയിള ആണ്ടവൻ, സുരേഷ് എന്നിവരുടെ പറമ്പിലെ കൃഷിയാണ് നശിപ്പിച്ചത്. ആണ്ടവന്റെ പറമ്പിലെ തെങ്ങ് കടപുഴകി. പനംകുറ്റി ചെറുനിലം ജോണിയുടെ റബ്ബർ തോട്ടത്തിലിറങ്ങിയ ആന റബ്ബർ മരങ്ങൾ കുത്തിമറിച്ചിട്ടു. വാഴകളും ചെറുവിളകളും നശിപ്പിച്ചതായി ജോണി പറഞ്ഞു. പാലക്കുഴി താണിച്ചോട് മുതൽ പോത്തുചാടി വരെയുള്ള ഭാഗങ്ങളിലെ പനംകുറ്റി, താമരപ്പള്ളി, പോത്തുചാടി, കണച്ചിപ്പരുത, പുല്ലുംപരുത, പാത്രക്കണ്ടം, കൈതക്കൽ ഒറവ്, ഒളകര ഭാഗങ്ങളിലെ കൃഷിയിടങ്ങളിൽ കാട്ടാനകൾ നാശം വരുത്തിയിട്ടുണ്ട്. കർഷകർക്ക് നഷ്ടപരിഹാരം പോലും ലഭിച്ചിട്ടില്ല. കൃഷിവകുപ്പും വനംവകുപ്പും സ്ഥലം സന്ദർശിച്ച് പോകുന്നതല്ലാതെ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് കർഷകർ പറഞ്ഞു. മലയോര മേഖലയിൽ ആനയ്ക്ക് പുറമെ കുരങ്ങും കാട്ടുപന്നിയും മാനും ഇറങ്ങി വിളനാശം വരുത്തുന്നതായി കർഷകർ പറഞ്ഞു. പന്നിശല്യം മൂലം ചെറുവിളകളൊന്നും നടാൻ പറ്റാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ. ഇനി ആരോഗ്യം. 55 വയസ്സിന് മുമ്പ് ഉയർന്ന രക്തസമ്മർദ്ദവും ഉയർന്ന കൊളസ്ട്രോൾ തോതും വരുന്നത് ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്നതായി പഠനം. 2,96,131 പേരിൽ നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ട് പ്രോസ് 1 ജേണലിൽ പ്രസിദ്ധീകരിച്ചു. പഠനത്തിൽ പങ്കെടുത്തവർ 1,36,648 പേർ ഉയർന്ന കൊളസ്ട്രോൾ തോതുള്ളവരും 1,35,431 പേർ ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവരും 24,052 പേർ ഹൃദ്രോഗികളും ആയിരുന്നു. ജനിതകപരമായി തന്നെ ഉയർന്ന LDL കൊളസ്ട്രോൾ തോതും സിസ്റ്റോളിക് രക്തസമ്മർദ്ദവുമുള്ള വ്യക്തികൾക്ക് അവരുടെ രോഗനിർണയ സമയത്ത് പ്രായമേതായാലും ഹൃദ്രോഗ സാധ്യതയുണ്ടെന്ന് ഗവേഷണ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. ചെറുപ്രായത്തിലോ മധ്യവയസ്സിലോ തന്നെ ഈ രോഗങ്ങളുള്ളവർക്ക് പിന്നീട് ഇത് കുറഞ്ഞാൽ പോലും ഹൃദ്രോഗ സാധ്യത നിലനിൽക്കുന്നതായും റിപ്പോർട്ട് പറയുന്നു. വ്യക്തിയുടെ ആരോഗ്യത്തിൽ നീണ്ടു നിൽക്കുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കൊളസ്ട്രോളിനും രക്തസമ്മർദ്ദത്തിനും സാധിക്കുമെന്നും ഗവേഷകർ അടിവരയിടുന്നു. ജീവിതശൈലിയാണ് ഉയർന്ന കൊളസ്ട്രോളിനും രക്തസമ്മർദ്ദത്തിനും കാരണമാകുന്ന പ്രധാന ഘടകം. അനാരോഗ്യകരമായ ഭക്ഷണക്രമം, അലസമായ ജീവിതശൈലി, പൊണ്ണത്തടി, അമിത മദ്യപാനം, പുകവലി എന്നിവ ഉയർന്ന രക്തസമ്മർദ്ദത്തിലേക്ക് നയിക്കാം. ടൈപ്പ് 2 പ്രമേഹം, പൊണ്ണത്തടി, സാച്ചുറേറ്റഡ് കൊഴുപ്പും ട്രാൻസ് കൊഴുപ്പും, അമിതമായ ഭക്ഷണം, അലസ ജീവിതശൈലി, പുകവലി എന്നിവ കൊളസ്ട്രോൾ തോതും ഉയർത്താം. നിലവിട്ടുയരുന്ന രക്തസമ്മർദ്ദം ഹൃദയത്തിന് മാത്രമല്ല വൃക്കകൾക്കും നാശം വരുത്താം. തലച്ചോറിലേക്കുള്ള രക്തവിതരണം ബാധിക്കപ്പെടുന്നത് പക്ഷാഘാതത്തിലേക്കും നയിക്കാം. സോഡിയം കുറഞ്ഞതും പൊട്ടാസ്യം കൂടിയതുമായ ഭക്ഷണക്രമം, നിത്യവുമുള്ള വ്യായാമം, പുകവലി, മദ്യപാനം എന്നിവ ഒഴിവാക്കൽ, സമ്മർദ്ദ നിയന്ത്രണം, ഇടയ്ക്കിടെയുള്ള പരിശോധന എന്നിവയെല്ലാം ഉയർന്ന രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും നിയന്ത്രിച്ച് ഹൃദയത്തെ സംരക്ഷിക്കാൻ സഹായകമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് BOC റോഡ് ഭീതിയുടെ നിഴലിൽ. സാമൂഹ്യ വിരുദ്ധരും അഴിഞ്ഞാട്ടവും വ്യാപകം. നടപടി സ്വീകരിക്കാതെ നഗരസഭയും പോലീസും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. മെഡൽ പ്രതീക്ഷയോടെ പാലക്കാട്. ദേശീയപാത മണപ്പുള്ളിക്കാവ് കാടാങ്കോട് റോഡിൽ കാൽനട യാത്രയ്ക്ക് പോലും വെല്ലുവിളി. വടക്കഞ്ചേരി മണ്ണുത്തി 6 വരിപ്പാതയിലെ ഗതാഗതം ഒറ്റവരിയാക്കി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.